ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. ഇത്ര നീളമുള്ള പേരെങ്ങനെ കിട്ടി? എന്റെ അച്ഛൻ വലിയ ഭക്തനാണ് സർ. അതുകൊണ്ട് ഒരു ദൈവങ്ങളെയും പിണക്കരുതെന്ന് കരുതി അച്ഛൻ പൂജിക്കുന്ന എല്ലാ ദൈവങ്ങളുടെയും പേര് ചേർത്തെനിക്കിട്ടു. ഹു ആർ ദ ഗോഡ്സ്? ശിവൻ, സുബ്രഹ്മണ്യൻ, ഹരി, ശ്രീരാമചന്ദ്ര പ്രഭു. லட்சுமி, சரஸ்வதி, மாரமீனாட்சி, காஞ்சி காமாட்சி, அந்த பேரையும் சேர்த்து போட்டுக்கலாமே. പെൺ ദൈവങ്ങളെ അച്ഛന് ഇഷ്ടമല്ല സർ. സ്ത്രീകളെ കുറിച്ച് ഏതെങ്കിലും മഹാൻ പറഞ്ഞ മഹത്വചനം ഓർമ്മയുണ്ടോ? ഉണ്ട് സർ. സ്ത്രീ അനർത്ഥമാണ്, അവളെ കണ്ടാൽ ഓടിക്കൊള്ളുക എന്ന വചനങ്ങൾ എന്റെ അച്ഛൻ്റെതാണ്. ദാസ് ക്യാപിറ്റലിനെ പറ്റി എന്താ അഭിപ്രായം? കാപ്പി കുടിക്കാൻ ഞാൻ ഹോട്ടലിൽ പോകാറില്ല സർ. അതുകൊണ്ട് ദാസ് കാപ്പി ഹോട്ടലിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മീശ ആരുടേതായിരുന്നു? സാറിന്റെ തന്നെ ആയിരിക്കും. പ്രേം നസീർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? പ്രവേശിച്ചോട്ടെ, എനിക്കൊരു വിരോധമില്ല സർ. ഇവിടെ ഒരു സൂപ്പർവൈസറുടെ ജോലിയിൽ നിങ്ങളെ നിയമിക്കുന്നു എന്ന് വെക്കുക. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് 30 സ്ത്രീകളാണ്. അവരെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? കൈകാര്യം ചെയ്യുക എന്ന് വെച്ചാൽ? യു മാനേജ് ദം. യു ഗെറ്റ് മൈ പോയിന്റ്? ഞാൻ നിങ്ങളുടെ ജോലിക്ക് പറ്റിയവനല്ല സർ. വാട്ട് ഹാപ്പൻ ടു യു? എന്റെ അച്ഛൻ പഠിപ്പിച്ച തത്വം സ്ത്രീയെ കണ്ടാൽ ഓടിക്കൊള്ളുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓടാൻ അറിയുമോ? ഓ, എന്നാ ഒന്ന് കാണട്ടെ. ഇതിലേ സോറി. അയ്യോ, ഏയ്, പാവം കുട്ടി. നമുക്ക് കളിക്കാം. റെഡി? ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാതെ നിന്റെ നാക്ക് എവിടെയാടാ ഇറങ്ങിപ്പോകുന്നത്? അവരുടെയൊക്കെ മുമ്പിൽ നീ പൊട്ടനായി പോയില്ലേ? ദേ, ഞാൻ പൊട്ടനല്ല. തുമ്പികളും പൊൻവെയിലും പൂങ്കാറ്റും കഥ പറയണ നാട്ടിൽ നിന്നും വന്നവൻ ഞാൻ. കഥ പറയണ നാട്ടിൽ നിന്നും വന്നവൻ ഞാൻ. കൺമഷിയും ചാന്തുമിട്ട് വാർമുടിയിൽ പൂവും ചൂടി. കൺമഷിയും ചാന്തുമിട്ട് വാർമുടിയിൽ പൂവും ചൂടി. നാണത്താൽ മുഖം കുനിക്കും നാടൻ പെണ്ണ്. കണ്ടാലാണുങ്ങൾ ഓടിയൊളിക്കും പട്ടണപ്പെണ്ണ്. കണ്ടാലാണുങ്ങൾ ഓടിയൊളിക്കും പട്ടണപ്പെണ്ണ്. പൊന്നോണത്തുമ്പികളും പൊൻവെയിലും പൂങ്കാറ്റും
കാറ്റും കഥ പറയണ നാട്ടിൽ നിന്നും വന്നവൻ ഞാൻ. പിടയുന്ന കണ്ണുകളും ചേലുള്ള പുഞ്ചിരിയും ഇടനെഞ്ചിൽ മോഹത്തിന് കിങ്ങിണി കെട്ടി. പിടയുന്ന കണ്ണുകളും ചേലുള്ള പുഞ്ചിരിയും ഇടനെഞ്ചിൽ മോഹത്തിന് കിങ്ങിണി കെട്ടി. കാണാത്ത നേരത്ത് മിണ്ടാൻ കൊതിച്ച് കൺമുന്നിൽ വന്നപ്പോൾ തളർന്നുപോയി. ആ കളിയാക്കി കൊന്നാലും കരളിന്റെ ഉള്ളറയിൽ തെളിയും നിൻ പ്രിയരൂപം പ്രാണസഖി. ഇനി എന്തു പറയും ഞാൻ, ഇനി എന്തു പാടും ഞാൻ, ഇനി എന്തു പറയും ഞാൻ, ഇനി എന്തു പാടും ഞാൻ. ഹരിശങ്കര ശിവശങ്കര ശരണം തരണേ, ഹരിശങ്കര ശിവശങ്കര ശരണം തരണേ. കൺഗ്രാറ്റുലേഷൻസ്. ഒന്നാന്തരം പാട്ട്. എന്റെ മനസ്സിലാകെ തേൻ പുരട്ടിയ പോലെ തോന്നുന്നു. പേരെന്താ? ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. ചിന്ദ്ര, ഒരിക്കൽ കൂടി പാടൂ. ഇനി പാട്ട് വരില്ല മാഡം. പാട്ട് വരുമ്പം ഒരു ദിവസം പാടിത്തരണം. ഇരിക്കൂ. ആ ചിന്ദ്രന് വലിയ നാണമാണല്ലേ? മാഡം, എന്നെ മാഡം എന്ന് വിളിക്കരുത്, കാദംബരി എന്ന് വിളിച്ചാ മതി. എന്നെ ചിന്ദ്രാന്ന് വിളിക്കരുത്. ഓക്കെ ഡാർലിംഗ്. കുമാര പോലെ ഇല്ല, നിക്കാം. എന്നാ പിന്നെ കാണാം. ഇന്റർവ്യൂവിന് പോയുള്ള വിവരക്കേടൊക്കെ വിളമ്പിയിട്ട് വന്ന് ഇവിടെ ഇതാണ് പണിയല്ലേ? ഞാനൊന്നും ചെയ്തില്ല. എടാ, അവൾ ആരാണെന്നറിയോ നിനക്ക്? നേഴ്സ്. വെറും നഴ്സല്ല, ഷീ ഈസ് വേഴ്സ്. പുരുഷന്മാരായ ആരെ കണ്ടാലും കുറെ യക്ഷ പോലെ കൂടും. ഇപ്പൊ വിവാഹം കഴിക്കാൻ ആളെയും തപ്പി നടക്കുക. സൂക്ഷിച്ചോ. മകനെ, സ്ത്രീ അനർത്ഥമാണ്. ഒന്നും മിണ്ടാണ്ടിരിക്കാച്ച. ഒന്നുമില്ല. എന്തിനാ മാറി നിൽക്കുന്നത്? വന്ന് വെള്ളം എടുത്തോളൂ. പാട്ട് വളരെ നന്നായിരുന്നു കേട്ടോ. താങ്ക്സ്. പേരെന്താ? ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ. പേരിന് നീളം വളരെ കൂടുതലാണ്. ഒന്ന് ചുരുക്കിക്കൂടെ? ഓ, ചുരുക്കാം. തുടക്കത്തിലെ ശിവനോ ഒടുക്കത്തിലെ ചന്ദ്രനോ വെക്കണം. ഏതിനാ ഭംഗി? രണ്ടും വലിയ ഗുണമില്ല. എങ്കിലും ഐ തിങ്ക് ലാസ്റ്റ് ഈസ് ബെറ്റർ. ചന്ദ്രൻ എന്ന പേര് ഇഷ്ടമല്ലേ? അങ്ങനെ വിളിക്കാനാണ് സൗകര്യം. ഇതൊരു വട്ടനാണല്ലോ.